ഹായ് ഗൈസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളുടെ എക്സാംസ് എല്ലാം വരാൻ പോകുന്നു. സോ ഈ എക്സാംസിൽ പഠിച്ചതൊക്കെ നമുക്ക് നല്ലപോലെ ഓർമ്മ നിൽക്കുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യണം. സോ കുറച്ച് നമ്മൾ പഠിക്കുന്ന ഈ സ്റ്റഡിയിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന പോയിന്റ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 100 മാർക്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ പതിവ് പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച എന്ത് കാര്യമായാലും നമ്മൾ പോയിന്റ് കുറച്ച് പഠിക്കാൻ പറ്റില്ല. സോ എല്ലാം ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ പാടില്ല. സോ കുറച്ച് വന്നാൽ ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഓർമ്മ നിൽക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്താ വെച്ചാൽ റിവിഷൻ. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യം ഇന്ന് നമ്മൾ വേറെ ഒരു ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇന്നലെ പഠിച്ചതും ഒന്ന് നമ്മൾ റിവിഷൻ ചെയ്യണം. ഇന്നലെ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് സബ്ജക്റ്റ് ഇന്ന് പഠിച്ചാൽ നല്ല ഓർമ്മ ഉണ്ടാവും. സോ അങ്ങനെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോവാം. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താ വെച്ചാൽ നമ്മൾ ഇന്റർലിങ്ക്. നമ്മൾ ഇന്നലെ പഠിച്ചതും ഇന്ന് വേറെ പഠിക്കാൻ പോകുന്നു. സോ അതും ഇതുമായിട്ട് ഒരു ഇന്റർലിങ്ക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ നല്ല ഓർമ്മ നിൽക്കും. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിങ് എന്താ വെച്ചാൽ എന്താ പറഞ്ഞാൽ ഒരു ഡ്രോയിങ്, ചിത്രരൂപം. ചിത്രത്തിലാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മളൊരു ഡ്രോയിങ് വെച്ചിട്ട് അതിൽ നമുക്ക് പോയിന്റ് വൈസ് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് പഠിച്ചാൽ നല്ല ഓർമ്മ നിൽക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? ആ ഡ്രോയിങ് ഓർമ്മ വരും. സോ ആ ഡ്രോയിങ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഓർമ്മ വരും. സോ ഇങ്ങനെ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ വയ്ക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താ വെച്ചാൽ നോട്ട്. നമ്മൾ എന്ത് പഠിച്ചാലും അത് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് എഴുതണം. എഴുതി പഠിക്കുന്നേ വേണം. നമ്മൾ എന്ത് പഠിച്ചാലും അത് നമ്മൾ ബുക്കിൽ പേനും കൊണ്ട് എഴുതിയാൽ നല്ലപോലെ ഓർമ്മ നിൽക്കും. ഡെഫിനറ്റ്ലി അത് നമ്മൾ ഏത് കാര്യമായാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് തിങ് എന്താ പറയുക, നിങ്ങൾ പഠിച്ച എല്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കുക? എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കണം. സോ എക്സ്പ്ലെയിൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ എങ്ങനെ പഠിക്കുക? വെറുതെ ബൈ ചെയ്താൽ പോകാം. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നല്ല ഓർമ്മ നിൽക്കും. എക്സാമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് തിങ് എന്താ വെച്ചാൽ ഉറക്കം. നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയാൽ നല്ല ഹെൽത്തി ഉണ്ടാകും. എൻ്റെ പഠിച്ചതൊക്കെ നല്ല ഓർമ്മ കിട്ടും. സോ നെക്സ്റ്റ് തിങ് എന്താ പറയുക, സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ ഇങ്ങനെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ എല്ലാ പോലും നിങ്ങളുടെ എക്സാമിൽ 100% നിങ്ങൾ റിസൾട്ട് കാണാൻ പറ്റും. സോ ഈ എല്ലാ പോയിന്റ്സും നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അയച്ച എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഇല്ലേ, വെറുതെ പറയല്ല. സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ആയ പോയിന്റ്സ് ആണ് ഇതൊക്കെ. സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ആയ കാര്യങ്ങളാണ് ഇതെല്ലാം. സോ നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. സോ ഓക്കെ, താങ്ക് യു. See you next video.